ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കച്ചദ്വീപ് വീണ്ടും സംസാര വിഷയമാകുമ്പോൾ 6 പതിറ്റാണ്ടിലേറെ ഈ നാട് ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയോടും വിദേശകാര്യ നയങ്ങളോടും ഉണ്ടായിരുന്ന ഉദാസീനതയാണ് വ്യക്തമാകുന്നത്. 1962 അക്സായ്ചിൻ എന്ന ഭാരതത്തിന്റെ ഹിമമകുടം ചൈന തട്ടിയെടുത്തപ്പോൾ പുല്ലുപോലും മുളയ്ക്കാത്ത ഇടം അവർ കൊണ്ടുപോകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച 1.5 പതിറ്റാണ്ടിനു ശേഷവും തന്റെ നട്ടെല്ല് നിവർന്നിട്ടില്ല എന്ന് നെഹ്റു തെളിയിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1974 ഇന്തോ ശ്രീലങ്കൻ മാരിടൈം ഉടമ്പടി പ്രകാരം കച്ചദ്വീപിന്റെ അധികാരം ശ്രീലങ്കയ്ക്ക് നൽകുന്നത്. എന്നാൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ആ ദ്വീപ് മത്സ്യബന്ധന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന ഉടമ്പടി കൂടി റദ്ദാക്കിക്കൊണ്ട് 1976 അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് മുഖേനയല്ലാതെ കച്ചദ്വീപിന്റെ പരമാധികാരം സിരിമാവോ ബണ്ടാരനായികയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് നെഹ്റുവിന്റെ ചോരയുടെ ഗുണം ഇന്ദിരാഗാന്ധി കാണിച്ചു. തന്ത്രപ്രാധാന്യമില്ലാത്ത പാറ എന്നാണ് ഇന്ദിരാഗാന്ധി ആ ദ്വീപിനെ വിശേഷിപ്പിച്ചത്. കടലിലെ അതിർത്തികൾ ലംഘിച്ചതിന്റെ പേരിൽ 1983 മുതൽ 2009 വരെ 250ഓളം മത്സ്യത്തൊഴിലാളികളാണ് ശ്രീലങ്കൻ സേനയാൽ കൊല്ലപ്പെട്ടത്. ദീർഘവീക്ഷണമില്ലാത്ത നേതാക്കളുടെ അബദ്ധ തീരുമാനങ്ങളാണ് ഇതിനു കാരണം. 2013 ട്രാക്കിനൂല എന്ന ഇടമാണ് ഇന്ത്യക്ക് അവസാനമായി നഷ്ടപ്പെട്ടത്. പിന്നീട് ഇങ്ങോട്ട് അതുണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം, അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ നെഞ്ചേറ്റിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത്. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഒരിക്കൽ പോലും നമ്മുടെ അഖണ്ഡതയെ സംരക്ഷിക്കാൻ മുതിർന്നിട്ടില്ല. അധികാരം ലഭിച്ചാൽ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരം എന്ന വണ്ണം ഇവർ നമ്മുടെ രാജ്യം ആർക്കെല്ലാം പങ്കിട്ടുകൊടുക്കുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ആശയം കേവലം രാഷ്ട്രീയപരമല്ല, ഈ നാടിന്റെ അഖണ്ഡതയെ കൂടി ഉൾക്കൊള്ളുന്നതാണ്.